സിനിമയിൽ കുറച്ച് നല്ലൊരു റോൾ കിട്ടിയിട്ടുണ്ട്. ആൻസി ചേച്ചി ഒരുപാട് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെന്ന് അറിയാം. എങ്ങനെ തോന്നി ചാക്കോച്ചൻ്റെ പടത്തിൽ ഇങ്ങനെ ഒരു റോൾ കിട്ടിയപ്പോൾ? ഓക്കെ, ഈ ഒരു ടീമിനൊപ്പം ഡബ്ബായിട്ടൊക്കെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇരട്ടയിൽ ഞാൻ അഞ്ജലിക്ക് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുമായിട്ട് പരിചയം. വൈഫ് ക്യാരക്ടർ. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് വന്നപ്പോൾ ഇങ്ങനെ ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഓഡീഷൻ അറ്റൻഡ് ചെയ്തു, കിട്ടി. വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. അപ്പോൾ ചാക്കോച്ചൻ്റെ ഒരു മികച്ച പെർഫോമൻസ് ചാക്കോച്ചൻ്റെ ബെസ്റ്റ് ആയിരുന്നു. നിങ്ങൾ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നലുണ്ടായിരുന്നു ഇത് ചാക്കോച്ചൻ്റെ കരിയറിനെ? 100%. ബിക്കോസ് ഞാൻ ചാക്കോച്ചിനെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പം കണ്ടിട്ടുള്ള ഒരാളെയല്ല, സെറ്റിലടക്കം ഭയങ്കര റഫ് ആൻഡ് ടഫായിട്ട് ആളത് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ക്യാരക്ടർ പോസ്റ്റേഴ്സ്. അപ്പോൾ ഇതെന്തോ ഒരു വലിയ പരിപാടിയാണെന്നുള്ളൊരു സാധനം. പിന്നെ മാർട്ടിൻ ചേട്ടൻ, ജിത്തു ചേട്ടൻ, അങ്ങനെ എല്ലാ ടീമും ഇറങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ, വെറുതെ ഒരു പരിപാടി. ഷാഹി ചേട്ടൻ. അപ്പോൾ ഈ സിനിമ കാണാത്ത പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടമാണ്. ക്രൈം ത്രില്ലറാണ്. അപ്പോൾ അതിൻ്റെ സ്കോറും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിന് വേണ്ടിയിട്ട് തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു സീറ്റഡ് മൂവി എന്നുള്ള രീതിയിൽ തന്നെ കാണാം. ത്രൂ ഔട്ട് നമ്മൾ എന്താണ് ഇനി എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയോട് കൂടി കാണേണ്ട ഒരു പടമാണ്. എനിക്ക് സൗണ്ടില്ല. താങ്ക് യു.